ചെരിഞ്ഞു കിടക്കുന്നവളുടെ അടുത്ത് പോയി അവനൊന്ന് നോക്കി. കണ്ണുകൾ അടച്ച് കഴുത്തിന് കയ്യും വെച്ചാണ് അവളുടെ കിടപ്പ്. രുദ്രൻ അവളെ ശല്യം ചെയ്യാതെ ബാത്റൂമിലേക്ക് നടന്നു. കുറച്ചു കഴിഞ്ഞതും ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് രശ്മി എണീറ്റ് കുറച്ചുനേരം ബെഡിലിരുന്നു. വേദന തോന്നിയ ഭാഗത്ത് അവളൊന്ന് കൈവച്ചു. പിന്നെ എണീറ്റ് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു. ഊർന്നു കിടക്കുന്ന തോളിലെ സാരത്തുമ്പ് നേരെയിട്ടു. തലയിലെ അഴിയാറായ തോർത്തെടുത്ത് അവൾ ഒന്നും കൂടി മുറുക്കി തോർത്തി കുടഞ്ഞിട്ടു. കുളി കഴിഞ്ഞപ്പോൾ സിന്ദൂരം മാഞ്ഞു തുടങ്ങിയിരുന്നു. മിററിന് മുന്നിലുള്ള ഡ്രോ വലിച്ചതും രശ്മി യൂസ് ചെയ്യുന്ന എല്ലാം അതിലുണ്ടായിരുന്നു. വൈഷ്ണവിയും കാർത്തികയും എല്ലാം അതിനെ കൃത്യസ്ഥാനത്തായി വെച്ചിരുന്നു. നെറ്റിയിലൂടെ കറുപ്പ് പൊട്ട് തൊട്ടു. കണ്ണുകൾ കറുപ്പിച്ചു. സിന്ദൂരം തൊടുമ്പോൾ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. സാരിയുടെ മുകളിൽ കിടന്ന മഞ്ഞച്ചരലിൽ കൊടുത്ത താലി അവൾ സാരിയുടെ ഉള്ളിലേക്ക് എടുത്തിട്ടു. റൂമിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങും മുന്നേ അവൾ ഫോണെടുത്ത് ശാരദയെ വിളിച്ചു. ലൈറ്റ് ഓഫ് ചെയ്ത് റൂമിൽ നിന്നും ഹാളിലേക്ക് പോകുന്നതിന് മുന്നേ അവൾ വെറുതെ എല്ലാ സ്വിച്ചുകളും ഇട്ടു നോക്കി. ഓരോ സ്വിച്ച് ഇടുമ്പോഴും വെളിച്ചത്തിന് നിറം മാറിക്കൊണ്ടിരിക്കുന്നു. പച്ച, മഞ്ഞ, വയലറ്റ്, ചുവപ്പ്, അങ്ങനെ അങ്ങനെ. അവളുടെ വെള്ളാരം കണ്ണുകൾ അതിൽ തറഞ്ഞു. രശ്മി പിന്നെയും പിന്നെയും ഓരോ സ്വിച്ചുകളായി ഇട്ടു നോക്കി. എന്തോ കൗതുകം അവസാനിക്കാത്തതുപോലെ. ഓരോ നിറങ്ങളായി മാറുമ്പോഴും അവളുടെ ചുണ്ടിൽ എവിടെ നിന്നോ പുഞ്ചിരി പറന്നെത്തും. കുറച്ചു സമയം സ്വിച്ചിൽ വിരലോടിച്ച ശേഷം അവൾ ഹാളിലേക്ക് നടന്നു. സോഫയിൽ രുദ്രനും ലച്ചുവും വൈഷ്ണവിയും ഇരിപ്പുണ്ട്. വൈഷ്ണവി ലാപ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടാണ് ഇരിപ്പ്. രുദ്രനും ലച്ചുവും കൂടി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. രുദ്രൻ ടീഷർട്ടിലേക്കും കാവിമുണ്ടിലേക്കും മാറിയിട്ടുണ്ട്. രുദ്രൻ റൂമിൽ വന്നിരുന്നു. അവൾ ആലോചിച്ചു. രാജീവും കാർത്തികയുടെ അച്ഛനും ശങ്കരനും സിറ്റ് ഔട്ടിലിരുന്ന് വർത്താനം പറയുന്നുണ്ട്. അതിനിടയ്ക്ക് രാഷ്ട്രീയവും കയറി വരുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ചിരിക്കാനുള്ളത് കൊണ്ട് അതിന് ക്ഷാമമില്ല. കിരൺ എതിർവശത്തുള്ള സോഫയിൽ കിടന്നുകൊണ്ട് ഫോണിൽ കളിക്കുന്നുണ്ട്. രശ്മി ഹാളിലേക്ക് എത്തിയതും വൈഷ്ണവി ലാബിൽ നിന്ന് തലയുയർത്തി രശ്മിയെ നോക്കി. അതിനുശേഷം രുദ്രനെയും. രശ്മി മുഖത്തെ ചമ്മലം മറച്ചുകൊണ്ട് വൈഷ്ണവിയോട് ചിരിക്കാൻ ശ്രമിച്ചു. ഉള്ളിൽ ചെറിയ രീതിക്കുള്ള ഭയവും. രുദ്രനെ ഒന്ന് പാളി നോക്കി അവൾ. നേരെ രുദ്രന്റെ മുഖത്തേക്ക്. സിന്ദൂരവും തൊട്ട് തൻ്റെ താലിയും ചാർത്തി നിൽക്കുന്നവളോട് അവന് പ്രണയം തോന്നി. അടുക്കളയിലേക്ക് അവനെ നോക്കി പോകുന്നവളെ കള്ളച്ചിരിയോടെ അവനൊന്ന് സൈറ്റ് അടിച്ച് കാണിച്ചു. അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി മുന്നിലേക്ക് നടന്നതും സാരിത്തുമ്പ് തട്ടി മുന്നിലേക്ക് വീഴാൻ പോയതും അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് വന്ന കാർത്തിക വീഴാതെ അവളെ പിടിച്ചു നിർത്തി. രശ്മി വീഴാൻ തുടങ്ങിയപ്പോഴേക്കും രുദ്രൻ ചാടി എണീറ്റിരുന്നു. കൂടെ വൈഷ്ണവിയും ഒപ്പം പേടിച്ച ശബ്ദവും. അതും കൂടി ആയപ്പോൾ അറിയാത്തവരും കൂടി അറിഞ്ഞ പോലെയായി. വൈഷ്ണവിയുടെ അലർച്ച കേട്ടതും ഹാളിലെ സിറ്റൗട്ടിലിരുന്ന രാജീവും കൂട്ടരും അടുക്കളയിലെ സുഭദ്രയും കാർത്തികയുടെ അമ്മയും സുജാതയും രാജലക്ഷ്മിയും കാര്യം തിരക്കി ഹാളിലേക്ക് എത്തി. എൻ്റെ കാർത്തിക ചേച്ചി, എന്നാലും നിങ്ങൾ പണി പറ്റിച്ചല്ലോ. നല്ലൊരു റൊമാൻസ് സീൻ കാണാനുള്ള അവസരം കളഞ്ഞില്ലേ? എന്തു പറയാൻ, ഭാഗ്യമില്ല, അത്ര തന്നെ. വൈഷ്ണവി അതും പറഞ്ഞുകൊണ്ട് നേരത്തെ ഇരുന്നിടത്ത് തന്നെ നിലയുറപ്പിച്ചു. രുദ്രൻ അവളെ തുറച്ചു നോക്കി. എൻ്റെ മോളെ, ഇത്രയും ദിവസം അവളെ നോക്കി നടന്നിട്ടാ അവൻ്റെ താലിക്ക് മുന്നിൽ മോന്തയും കുത്തി വീഴേണ്ടി വന്നത്. അവനെ ജീവിതകാലം മൊത്തം നോക്കിക്കൊണ്ടിരിക്കാൻ സമയമുണ്ട്. നടക്കുമ്പോഴെങ്കിലും നേരെ നോക്കി നടക്കണ്ടേ? കാർത്തിക് അത് പറഞ്ഞതും എല്ലാവരുടെയും നോട്ടം കൂടി ആയപ്പോൾ അവളിൽ ചമ്പലം ഉണ്ടായി. പെട്ടെന്ന് നടന്നപ്പോൾ കാലൊന്ന് തെന്നിയതാവും. അത് പറഞ്ഞ് എല്ലാവരും കൂടി അവളെ തിന്നണ്ട. രുദ്രൻ പറഞ്ഞത് കേട്ട് കാർത്തിക പൊട്ടിച്ചിരിച്ച് വൈഷ്ണവിയെ നോക്കി. വൈഷ്ണവി രുദ്രനെയും. ആഹാ, ഭാര്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഭർത്താവ് എത്തിയല്ലോ. വൈഷു, നിനക്ക് കേൾക്കണോ? കഴിഞ്ഞ ദിവസം ഞാൻ വീഴാൻ പോയപ്പോൾ രാജീവേടൻ്റെ കൂടെ ഇരുന്ന് കളിയാക്കിയവനാ. മൂക്കത്ത് കണ്ണില്ലേ, മൂക്കില്ലേ, എന്തൊക്കെയായിരുന്നു. കാർത്തിക വൈഷ്ണവിയെ നോക്കി പറയുന്നതിനിടയിൽ രുദ്രൻ്റെ ഗൗരവമാർന്ന ഭാവത്തോടെ നോക്കുന്നുണ്ട്. രുദ്രൻ അവർക്ക് മുന്നിൽ ഉത്തരം മുട്ടി ഒന്നും കേട്ടില്ലെന്ന രീതിയിൽ ലച്ചുവിനോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടും കാണിച്ചുകൊണ്ടും ഇരിക്കുന്നു. കാർത്തിക രശ്മിയുടെ കയ്യിൽ പിടിച്ച് അവിടെ തന്നെ നിപ്പാണ്. അതേ ഏട്ടത്തി, ഇന്നലെ രാവിലെ കൂടി ഞാനൊന്ന് വീഴാൻ പോയപ്പോൾ കട്ടില ചെരുപ്പ് മാറ്റി വരാൻ പറഞ്ഞ മനുഷ്യനാ രുദ്രേട്ടൻ്റെ ഒരു മാറ്റേ. വൈഷ്ണവിയും രുദ്രനെ കുടഞ്ഞു. രാജീവൊക്കെ ഇത് കേട്ടുകൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് നടന്നു. കാർത്തികയുടെ അമ്മയും രാജലക്ഷ്മിയും പുഞ്ചിരിയോടെ ഡൈനിങ് ടേബിളിലെ ചെയറിൽ സ്ഥാനം പിടിച്ചു. കാലിന് എന്തെങ്കിലും പറ്റിയോ? അങ്ങോട്ടിരുന്നേ, ഞാനൊന്ന് നോക്കട്ടെ. കാർത്തിക രശ്മിയോട് ചോദിക്കും മുന്നേ രുദ്രൻ്റെ നോട്ടം രശ്മിയുടെ കാലിലേക്ക് എത്തിയിരുന്നു. ഇല്ല ചേച്ചി, കുഴപ്പമൊന്നുമില്ല. അതും പറഞ്ഞ് കാർത്തികയെ നോക്കാൻ സമ്മതിക്കാതെ രശ്മി അടുക്കളയിലേക്ക് ഓടി. നീ എന്തെങ്കിലും കോക്കറി കാണിച്ചിട്ടുണ്ടാവും, അല്ലാതെ അവൾ വീഴില്ല. കാർത്തിക രുദ്രനെ നേരെ ഇളിച്ചുകൊണ്ട് പറഞ്ഞതും രുദ്രൻ കണ്ണുരുട്ടി മുഖം കൂർപ്പിച്ച് അവളെ നോക്കി. കാർത്തിക പറയുന്നത് കേട്ട് വൈഷ്ണവി വായ പൊത്തി ചിരിച്ചു. രശ്മി അടുക്കളയിലേക്ക് എത്തിയപ്പോഴേക്കും സുഭദ്രയും സുജാതയും ഓരോ പണികൾ ചെയ്യുന്ന തിരക്കിലായിരുന്നു. രശ്മി അടുത്തെത്തിയത് സുഭദ്ര കണ്ടിരുന്നു. കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ? സുഭദ്ര ഗ്യാസ് ഓഫാക്കി കൊണ്ട് അവളുടെ കാലിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ലമ്മേ. രശ്മി സുജാതയ്ക്ക് അടുത്ത് സ്ലാബിൽ ചാരി നിന്ന് മറുപടി കൊടുത്തു. രശ്മി അത്രയും അടുത്ത് കണ്ടതും സുജാത അവളെ അടിമുടി ഒന്ന് നോക്കി. സെറ്റ് സാരി, നെറ്റിയിൽ കറുപ്പ് പൊട്ടും സിന്ദൂരവും, മുടി വളർത്തിയിട്ട് അറ്റതായി ചെറിയ കെട്ടും,
വലത് കൈയിൽ കറുപ്പ് ഷർട്ട് മാത്രം, മറ്റേ കയ്യിൽ ഒന്നുമില്ല. വിരലിൽ കല്യാണ മോതിരവും കഴുത്തിൽ മഞ്ഞച്ചരലെ താലി മാത്രം, കാലിൽ വെള്ളി പാദസരവും. സുജാതയുടെ നോട്ടം കണ്ടിട്ടെന്നോണം സുഭദ്രയും അവളെ നോക്കിയ ശേഷം സുജാതയും. അത് കണ്ട് സുജാത പണി തുടർന്നു. അമ്മേ, ഞാൻ എന്തെങ്കിലും ചെയ്തു തരണോ? രശ്മി ചോദിച്ചതും സുഭദ്ര ചിരിച്ചു. എന്തൊക്കെ ചെയ്യാനറിയാം? സുഭദ്ര ചിരി കടിച്ചമർത്തിക്കൊണ്ട് ചോദിച്ചു. ചായ വെക്കാനറിയാം, ഓംലെറ്റ്, പിന്നെന്തൊക്കെ അറിയാം എന്നാലോചിച്ചുകൊണ്ട് രശ്മി ചൂണ്ടുവിരൽ വെച്ചു. രശ്മി പറയുന്നത് കേട്ടതും സുജാതയും സുഭദ്രയും ഒരുപോലെ അവളെ നോക്കി. എൻ്റെ മോളിപ്പോൾ ഒന്നും ചെയ്യണ്ട, മാല പൂജാ റൂമിലുണ്ട്, താലി അതിലേക്ക് മാറ്റിയിടണം കേട്ടോ, സുഭദ്ര രശ്മിയെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വീക്ഷിച്ചുകൊണ്ട് രശ്മി സ്ലാബിൽ ചാരി കൈകെട്ടി നോക്കി നിന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. കഴിക്കുന്നതിൻ്റെ ഇടയിലും രുദ്രന്റെ കണ്ണുകൾ രശ്മിയിലേക്ക് പറന്നു. കാർത്തിക ലച്ചുവിന് വാരി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അത് കാണുകയും ചെയ്തു. ഇനിയും അബദ്ധം പറ്റാതിരിക്കാൻ രശ്മി അവൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കാനേ പോയില്ല. ഡാ, കഴിച്ചിട്ട് എനിക്ക് പോകാൻ നോക്കടാ, വെറുതെ ഇരുന്ന് വരകാതെ. അത് കേട്ടതും കാർത്തികയെ നോക്കി പല്ല് കഴിച്ചുകൊണ്ട് രുദ്രൻ എണീറ്റു. എല്ലാവരുടെയും മുഖത്തും ചിരി വിരിഞ്ഞു. രശ്മി മറ്റാരെയും ശ്രദ്ധിക്കാതെ പ്ലേറ്റിലേക്ക് കണ്ണ് നട്ടിരുന്നു. കഴിപ്പൊക്കെ കഴിഞ്ഞതും ശങ്കരനും രാജലക്ഷ്മിയും രുദ്രനെയും രശ്മിയെയും വിരുന്നൊക്കെ വിളിച്ച് അവർ പോയി. രാജീവ് കാർത്തികയുടെ അമ്മയെയും അച്ഛനെയും അനിയനെയും വീട്ടിലാക്കാനും പോയി. രശ്മി പതിയെ സോഫയിലിരുന്ന് കാറിൽ വെച്ചിരുന്ന ചുവപ്പ് റോസ് കയ്യിൽ പിടിച്ച് എണ്ണുന്നുണ്ട്. തിരക്ക് പിടിച്ച പണിയിലാണ് 36. ഒരെണ്ണം തരോ? രശ്മി നിലത്ത് കുത്തിയിരുന്ന ലച്ചുവിനെ നോക്കി ചോദിച്ചു. ലച്ചു എന്ന തലപൊക്കി രശ്മി ഒന്ന് പാള് നോക്കിയ ശേഷം അവളുടെ പണി പിന്നെയും തുടർന്നു. ഐസ്ക്രീം വേണമെങ്കിൽ മതി. രശ്മി ലച്ചുവിൻ്റെ പൊങ്ങിയിരുന്ന ഉടുപ്പിൻ്റെ ഒരു സൈഡ് വലിച്ചിട്ടുകൊണ്ട് പറഞ്ഞു. എന്നോട് മിണ്ടിയില്ലാലോ. ലച്ചു കയ്യിലിരുന്ന റോസ് പൂക്കൾ വലത് കയ്യിൽ നിന്നും ഇടത് കയ്യിലേക്ക് നേരെ തിരിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു. ഞാൻ എൻ്റെ ലച്ചുമോളോട് മിണ്ടാനാണല്ലോ വന്നത്. രശ്മി ചിരിയോടെ ലച്ചുവിൻ്റെ മൂക്കിൽ പിടിച്ചു പറഞ്ഞു. രശ്മിയുടെ കൈ തട്ടി മാറ്റി കയ്യിലെ റോസ് ഓരോന്നായി സോഫയിലേക്ക് വെച്ചു. എൻ്റെ ലച്ചു, എനിക്ക് മാത്രമേ തരൂ, അല്ലേ ലച്ചൂസേ? വൈഷ്ണവി രശ്മിയുടെ തോളിൽ കൈയിട്ട് അവൾ ഇരിക്കുന്ന അതേപോലെ ഇരുന്നുകൊണ്ട് പറഞ്ഞു. വൈഷ്ണവിയുടെ സംസാരം കേട്ടതും ലച്ചു വൈഷ്ണവിയെ ദേഷ്യത്തോടെ നോക്കി മുഖം തിരിച്ചു. എന്നോട് മിണ്ടാവോ? ലക്ഷ്മി പിന്നെയും ലച്ചുവിനെ തോണ്ടി ചോദിച്ചു. മിണ്ടൂല. ലച്ചു ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ചു. രണ്ടു എണീറ്റോ, വെറുതെ ഇരിക്കുന്നതാ, കാര്യമില്ല. രുദ്രൻ അത് പറഞ്ഞുകൊണ്ട് ലച്ചു ഇരിക്കുന്ന സോഫയുടെ അറ്റത്തായി വന്നിരുന്നു. രുദ്രന് വേണോ? രുദ്രൻ മറുപടി പറയും മുന്നേ ലച്ചു ഒരു റോസ് എടുത്ത് അവന് നേരെ നീട്ടി. ചോദിക്കുക പോലും ചെയ്യാതെ രുദ്രന് റോസ് എടുത്ത് കൊടുക്കുന്നത് രണ്ടുപേരും നോക്കിയിരുന്നു. രുദ്രൻ കവളിൽ തൊട്ട് കാണിച്ചതും സോഫയിലേക്ക് പൂക്കൾ വെച്ച് വലിഞ്ഞ് രുദ്രൻ്റെ കവളിൽ ഒരു ഉമ്മയും അതിൻ്റെ കൂടെ കുഞ്ഞിപ്പല്ല് കാണിച്ച് ചിരിയും. വൈഷ്ണവി മുഖം ചുളിച്ച് ലച്ചുവിനെ നോക്കിക്കൊണ്ട് എണീറ്റു. രശ്മിയുടെ മുഖത്ത് സങ്കടം വന്ന പോലെ ലച്ചുവിന് തോന്നി. രാജീവിൻ്റെ ശബ്ദം കേട്ടതും രുദ്രൻ പുറത്തേക്ക് നടന്നു. വന്നേടി, വീട്ടിൽ പോവാം. പോയിട്ട് വേണം കുളിപ്പിച്ചെടുക്കാൻ. ആ, കയ്യിലെന്താ? ഇതെവിടെ നിന്ന് ഒപ്പിച്ചു? അല്ലെങ്കിൽ നിന്റെ കയ്യിൽ എത്താത്തായിട്ട് ഒന്നുമില്ലല്ലോ. കാർത്തിക അതും പറഞ്ഞ് സിറ്റ് ഔട്ടിലേക്ക് നടന്നു. വൈഷ്ണവി കൈ നീട്ടിയതും രശ്മി അവളുടെ കയ്യിൽ പിടിച്ച് നിലത്തു നിന്ന് എണീറ്റു. ലച്ചു സോഫയിലിരുന്ന റോസ് പൂക്കൾ ഇരു കൈകളായി പിടിച്ചുകൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് നടന്നു. ഈ പാതിരാത്രിക്ക് ഇനി ഇവളെ കുളിപ്പിക്കാത്ത പ്രശ്നം. കാർത്തികയെ നോക്കി അല്പം ദേഷ്യത്തോടെ രുദ്രൻ പറഞ്ഞു. വന്ന് പെണ്ണിന് കുളിക്കാൻ മടിയാ, അതിശയിക്കാനൊന്നുമില്ല, നിന്റെ കൂടല്ലേ നടപ്പ്. കാർത്തിക രുദ്രനെ നോക്കി പറഞ്ഞു. കൂടുതൽ വർത്തമാനം പറയാതെ വീട്ടിൽ പോകാൻ നോക്കടി. രുദ്രൻ ഇടിച്ച ചിരിയോടെ പറഞ്ഞു. കഴിഞ്ഞില്ലേ രണ്ടിൻ്റെയും ഇന്നത്തെ കലാശക്കൊട്ട്? രാജീവിൻ്റെ വകയായിരുന്നു ചോദ്യം. അല്ലേലും രാജീവൻ്റെ കയ്യിൽ നിന്ന് നല്ല കൊട്ട് കിട്ടാത്തതിൻ്റെ കേട് ഇവൾക്ക് നന്നായിട്ടുണ്ട്. രുദ്രൻ പറഞ്ഞത് ഇഷ്ടമായതുപോലെ രാജീവ് രുദ്രനെ നോക്കി ചിരിച്ചു. ലച്ചുവിന് പുറകെ വൈഷ്ണവിയും രശ്മിയും സിറ്റ് ഔട്ടിലേക്ക് എത്തി. നാളെ വൈകുന്നേരം രണ്ടുപേരും കൂടി അങ്ങോട്ട് വന്നേക്കണം. വൈഷു, നിന്നോട് കൂടിയാ. രാജീവ് രശ്മിയെ നോക്കി പറഞ്ഞു. അവളൊന്ന് ചിരിച്ചു. ഞാൻ എപ്പോഴേ എത്തി? രണ്ടുപേരെയും റോസ്റ്റ് ചെയ്യാനുള്ളതല്ലേ? വൈഷ്ണവി ചിരിച്ചു പറഞ്ഞ് രശ്മിയുടെ തോളിൽ കൈ മടക്കി വെച്ചു. ഞാൻ ഒറ്റയ്ക്ക് വരാം, ഇവളെ കൊണ്ടുവരില്ല. രുദ്രൻ കാർത്തികയെ നോക്കി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ ഇവളോട് പറയും. കാർത്തിക പെരുകം പൊക്കി രുദ്രനോട് പറഞ്ഞു. രശ്മി അവനെ നോക്കി. നീ പോയടി, ഞാനിവിടെ ജീവിതം തുടങ്ങിയിട്ടില്ല, അതിനു മുന്നേ നീ എൻ്റെ കുടുംബം കലക്കുമോ? രശ്മിക്ക് നേരത്തെ പുഞ്ചിരി നൽകിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു. നടുവിലൊരു മതിലുണ്ടെന്നേ ഉള്ളൂ, പ്രകടന മുഖാണ്ടയിൽ എന്ന പോലെയാ. ഇവിടെ സംസാരിച്ചാൽ അവിടെ കേൾക്കാം. എന്നിട്ടാണ് രാജീവ് കൈനീട്ടി ലച്ചുവിനെ എടുക്കാൻ. ലച്ചു തിരിഞ്ഞ് രുദ്രന് ടാറ്റ കൊടുത്തു. രശ്മി അവളൊന്ന് നോക്കി. റച്ചുവിന് വേണോ? ലച്ചുവിൻ്റെ ചോദ്യം കേട്ടതും രുദ്രനടക്കം എല്ലാവരും ഞെട്ടി. ലച്ചു പൂവൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാണേ. വൈഷ്ണവി വായും പൊളിച്ച കാഴ്ച നോക്കിയിരുന്നു. രശ്മി മിഴിഞ്ഞ കണ്ണുകളോടെ തലയാട്ടിയതും തിരിഞ്ഞോടി വന്ന് അവൾ പൂവ് കൊടുത്ത് രാജീവിൻ്റെ കയ്യിൽ കയറി. ഭർത്താവും ഭാര്യയും കൂടി എൻ്റെ മോളെ വശത്താക്കിയോ? കാർത്തിക ഉള്ളിൽ ഒളിപ്പിച്ച സന്തോഷത്തോടെ രുദ്രനെ നോക്കി ചോദിച്ചു. അതിന് അവനൊന്ന് ചിരിച്ചു. രശ്മി അപ്പോഴും അവളുടെ പ്രവൃത്തിയിൽ നിശ്ചലയായി.
അവർ നടന്നകന്നു. രുദ്രൻ ഫോൺ വിളിച്ച് തിരിഞ്ഞതും തോളിൽ കൈ ചേർത്തുന്ന രശ്മിയും വൈഷ്ണവിയും കാണാനില്ല. സുഭദ്ര മീനമ്മയുടെ റൂമിലേക്ക് കയറി. അവിടെ കണ്ട കാഴ്ചയിൽ അവരും കണ്ണുകൾ നിറഞ്ഞു വന്നു. രശ്മിയും വൈഷ്ണവിയും മീനമ്മയുടെ ഇരുവശത്തായി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇരുവരുടെ കൈകളും മീനമ്മയുടെ വയറിൽ ചുറ്റിയിട്ടുണ്ട്. ഇതെന്താപ്പോ, നേരത്തെ തന്നെ സ്ഥലം പിടിച്ചോ? ഒരാളുടെ കുറവുണ്ടല്ലോ. സുഭദ്ര അത് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന മരുന്നും വെള്ളവും മേശയിലേക്ക് വെച്ചു. വൈശാലി തലപൊക്കി അതിനൊന്ന് ചിരിച്ച് പിന്നെയും തല താഴ്ത്തി. രുദ്രൻ ഇടയ്ക്ക് മീനമ്മയെ കാണാൻ റൂമിലേക്ക് വന്നതും ഈ കാഴ്ച അവൻ അടക്കി പിടിച്ച സന്തോഷത്തോടെ കണ്ടു. അവൻ ഉള്ളിലേക്ക് കയറാതെ തിരിച്ചു നടന്നു. ഓരോ നിമിഷവും അവൻ്റെ പ്രണയം മറ്റൊരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരുന്നു. അവളുടെ സന്തോഷം, ചിരി, നോട്ടം എല്ലാം കൂടി കലർന്ന പ്രത്യേക വികാരം. രശ്മി കയ്യിലൊരു ഗ്ലാസ് പാലുമായി റൂമിലേക്ക് കയറി. ബെഡിന്റെ സൈഡിലായി ചാരിയിരിക്കുന്ന രുദ്രനെ നോക്കി അവൾ ചിരിച്ചു. തോണ്ടിക്കൊണ്ടിരുന്ന ഫോൺ അവൻ സൈഡിലേക്ക് മാറ്റിവെച്ചു. എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടു. ദേവേട്ടൻ കാരണമാ. കയ്യിലിരുന്ന പാല് മേശയിലേക്ക് വെച്ച് രുദ്രനെ നേരെ തിരിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു, കൊള്ളാലോ, ഇതിപ്പോൾ എൻ്റെതായ കുറ്റം. ഒന്ന് സൈറ്റ് അടിച്ച ഉടനെ വീഴാൻ പോകുന്നു ഞാൻ അറിഞ്ഞോ? രുദ്രൻ ചിരിയാലെ പറഞ്ഞപ്പോൾ അവളുടെ മുഖം ചുവന്ന് കയറി. ദേവേട്ടാ, ഞാൻ ഈ സാരി ഒന്ന് മാറട്ടെ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ വൈഷു എടുത്ത് വന്നപ്പോൾ വേണ്ടാന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ച. രശ്മി ദയനീയമായി അവനെ നോക്കി. നിനക്ക് എടുത്ത് വന്നപ്പോൾ പറയാറുന്നില്ലേ? അവൾ ആരെക്കാളും നിന്നെ മനസ്സിലാവും. മാറിയിട്ട് വാ. രുദ്രന്റെ വാക്ക് കേട്ടതും ചിരിയോടെ അവൾ ഡ്രസ്സെടുത്ത് ബാത്റൂമിലേക്ക് ഓടി. വെറുതെ ഓടണമെന്നില്ല, ഇവിടെ നിന്നായാൽ എനിക്കും സൗകര്യമായി, രുദ്രൻ വിളിച്ചു പറഞ്ഞു. പോ ദേവേട്ട, നാണത്തോടെ പറഞ്ഞുകൊണ്ട് ബാത്റൂമിൻ്റെ ഡോർ അടച്ചു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.